Hello children, welcome to Kids Area Online. എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 2ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, രാവിലെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കല്ല, LP UP സ്കൂളുകൾ മാത്രമുള്ള സ്കൂളുകാർക്ക് രാവിലെ ആയിരുന്നു എക്സാം. അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് ടീച്ചർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ കൂടിയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. 8, 9, 10 സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ടീച്ചർ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. STD2 ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആക്ടിവിറ്റി 1 കോൺവെർസേഷൻ ആയിരുന്നു. Rowley saw a mouse near a bush. She flew down and landed on a rock. They began to talk. നോക്കി, റൗളിയും മൗസും തമ്മിൽ സംസാരിക്കുകയാണ്. മൗസ് ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്? റൗളി പറഞ്ഞു, ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുകയാണ്. മൗസ് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് ഓറഞ്ചസ്? ഓറഞ്ച് ഇഷ്ടമാണോ? അപ്പോൾ റൗളി എന്ത് മറുപടി പറഞ്ഞിരിക്കും? ദെൻ ഡു യു വാണ്ട്? വേറെന്തോ ചോദിക്കുകയാണ്. അപ്പോൾ റൗളി എന്തായിരിക്കും? എസ് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഐ ക്യാൻ ഗെറ്റ് യു, എന്തെങ്കിലും കൈൻഡ്ലി വെയിറ്റ് എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, ടീച്ചർ പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എഴുതുക. റൗളി താങ്ക് യു പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടാവും. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ദിസ് ഈസ് അങ്കിൾ ടോം ആൻഡ് ആൻറ്റ് ബെറ്റീസ് ഹൗസ്. ദേ ആർ ഇൻ ദ കിച്ചൺ. അപ്പോൾ അങ്കിൾ ടോമും ആൻറ്റ് ബെറ്റിയും കിച്ചണിലാണ്. ഇവിടെ നോക്കി, 2 കുട്ടികൾ ആ ചിത്രം നോക്കുകയാണ്. ബോയ് പുറത്ത് എന്ത് ചെയ്യാണ്? സ്കിപ്പ് ചെയ്യുകയാണ്. ഡോഗ് ചാടിക്കളിക്കുകയാണ്. ക്യാറ്റ് എന്ത് ചെയ്യുന്നു? ഉറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ കണ്ടു. ഇതെല്ലാം ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ടീച്ചർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ എഴുതിയിട്ടുണ്ടാവും.
ടീച്ചർ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അങ്കിൾ ടോം ഈസ് വാഷിംഗ് ദ പ്ലേറ്റ്സ് ആൻഡ് ബെറ്റി ഈസ് കുക്കിംഗ് ഫുഡ്. 2 girls are looking at a photo. The boy is skipping under the tree. A dog is running outside. A cat is sleeping on a small mat. ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ടായിരുന്നത്. എല്ലാവരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് അത് എഴുതിയിട്ടുണ്ടാകും. ആക്ടിവിറ്റി 3 ആഡ് മോർ ലൈൻസ് ആണ്. A little blue kite flying in the sky, shining in the daylight, up so high. ഇവിടെ 2 വരി കൂട്ടിച്ചേർക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ ഇവിടെ എന്ത് എഴുതി? A little green kite. ഇവിടെ എന്താണ്? നിങ്ങൾക്ക് ബേർഡ് വെച്ചിട്ട് എഴുതാം കേട്ടോ. A little green kite flying in the sky, dancing in the daylight അല്ലെങ്കിൽ singing in the daylight, up so high. ഇവിടെയുള്ളതൊരു ബേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് കളർ കൊടുത്ത് ബേർഡ് എന്ന് പറയാം. ഓക്കെ, എ ലിറ്റിൽ യെല്ലോ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, സിംഗിങ് ഇൻ ദ ഡേലൈറ്റ്, അപ്പ് സോ ഹൈ. അതുപോലെ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഐ ക്യാൻ ആക്ടിവിറ്റി ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ആർ ദി ടോക്കിംഗ് അബൌട്ട്? റൈറ്റ് ഇൻ ദ സ്പീച്ച് ബബിൾ. ഫോക്സ് പറയാണ് ഐ ക്യാൻ ഹൗൾ. എലിഫന്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ക്യാൻ ട്രംപറ്റ്. ഐ ക്യാൻ എന്നാണ് ഇവിടെ എഴുതാനുള്ളത്. ഐ ക്യാൻ ട്രംപറ്റ്. ലയൺ എന്തായിരിക്കും പറയുക? ഐ ക്യാൻ റോർ. ഐ ക്യാൻ റോർ. ഫിഷ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ക്യാനോട്ട് ഫ്ലൈ ബട്ട് ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല, എനിക്ക് പറക്കാൻ കഴിയില്ല, പക്ഷെ എനിക്ക് നീന്താൻ കഴിയും. ഹോഴ്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ക്യാൻ നെയ് ബട്ട് ഐ കനോട്ട് ഫ്ലൈ. ഓക്കെ, ഈ ഫ്ലൈയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. 5ാമത്തെ ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിലായിരുന്നു. റീഡ് ദ സെന്റൻസസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് രാജുസ് ഹൗസ്. ഹി ഈസ് മൈ വൺ അക്രോസ് നെയ്ബർ. എന്തായിരുന്നു ആൻസർ? നെയ്ബർ. ദ ഡോർ ഈസ് ക്ലോസ്ഡ് ബട്ട് ദ ടു അക്രോസ്. ദ ഡോർ ഈസ് ക്ലോസ്ഡ്. വാതിൽ അടഞ്ഞു കിടക്കുന്നു. ബട്ട് ദ വിൻഡോ ഈസ് ഓപ്പൺഡ്. ജനാല തുറന്നു കിടക്കുന്നു. There is a big tree near the house. Tree near the house. Down. താഴേക്കുള്ളത്. We cook food here. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. എവിടെയാ? 1 down. Kitchen. എവിടെയാണ്? Kitchen. We welcome dash in the drawing room. Drawing roomൽ നമ്മൾ വെൽക്കം ചെയ്യുന്നു. ആരെയാ? ഗസ്റ്റ്. ആരെയാണ്? ഗസ്റ്റ്. വിരുന്നുകാരെ. അപ്പോൾ ഇതായിരുന്നു 5 ആക്ടിവിറ്റീസ്. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഒത്തിരി പേർക്ക് ഡൗട്ട് വരും. ഇത് ഉച്ചയ്ക്ക് ശേഷവും ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക്, ഹൈസ്കൂൾ അതായത് 10 വരെ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. അപ്പോൾ അവർക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. LP UP സെക്ഷൻകാർക്ക് രാവിലെ ആയിരുന്നു എക്സാം. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ പരിചയപ്പെടുത്തിയായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷം എക്സാം നടന്നവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. Okay children, bye bye, thank you. April May വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്.
അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ കെ ജി ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. പ്രീ കെ ജി ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.